ഞാൻ പെട്ടിയെടുക്കാനായി ബാക്കി ട്രോളിയൊക്കെയായി പിന്നാലെ പോകുന്നു. വെരി വെരി ചീപ്പ് ഓഫ് ഇൻഡിഗോ, എക്സ്ട്രീംലി ചീപ്പ് ഓഫ് ഇൻഡിഗോ. പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഇൻഡിഗോ ഫ്ലൈറ്റ് തന്നെ ഞാൻ എന്തിനു വന്നു. യെസ്, വെരി വെരി ചീപ്പ് ഓഫ് ഇൻഡിഗോ എന്ന് ദിയ കൃഷ്ണയുടെ ഒരു വ്ളോഗുണ്ട്, ഓസി ടോക്കീസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ ഇന്നലെ രാത്രി വന്നിട്ടുള്ളൊരു വീഡിയോ. ഇൻഡിഗോ എയർലൈൻസിനെ പഴിച്ചു കൊണ്ടിട്ടുള്ളൊരു വീഡിയോ. നിങ്ങൾ എത്ര പേര് ഈ ഒരു വിഷയം അറിഞ്ഞു എന്നുള്ള അറിയില്ല. അറിയാത്തവർക്കായിട്ട് ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണെന്ന് വെച്ചാൽ യെസ് വേണമെങ്കിൽ പറയാം. കാരണം നമുക്ക് ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലേ, ലോക്കലി ഇൻ്റർനാഷണലൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇത് റിലേറ്റഡ് ആയിട്ട് എനിക്കും ചെറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് വളരെ ഞാൻ ജീവിതകാലം ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. അന്ന് എൻ്റെ കയ്യിൽ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊന്നും ഇല്ല അതേമാതിരി കാര്യങ്ങൾ വിളിച്ച് പറയാൻ വേണ്ടിയിട്ട്. അതും ഇൻഡിഗോയുടെ ഭാഗത്തു നിന്നായിരുന്നു. അപ്പോൾ ഇൻഡിഗോയിൽ നിങ്ങളൊരു ഫ്രീക്വൻറ്റ് ട്രാവലറാണ്, പുറത്തൊക്കെ പോകുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ഇൻഡിഗോയിലൊരു ട്രാവലറാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവങ്ങളുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു വിഷയം അവർ വീഡിയോ ചെയ്തതിൻ്റെ എന്താണ് ഈ ഒരു വിഷയം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ്, ഇല്ലെങ്കിൽ എന്താണെന്നുള്ള കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാം. വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ പറ്റുമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. ഹൈപ്പ് ഓപ്ഷൻ കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹൈപ്പ് ചെയ്ത് വിടാൻ ശ്രമിക്കുക. ഇവർ മോൾഡീവ്സിലേക്ക് പോവുകയാണ്. അതായത് ദിയാകൃഷ്ണയും ഹസ്ബൻഡ് അശ്വിനും ആ ചെറിയ കുട്ടിയും. ഈ കുട്ടീനെ കാണാൻ ഒരുപാട് പേര് ഈ വ്ളോഗ് കാണുന്നുണ്ട്. ഞാൻ കമൻറ്റ് ബോക്സൊക്കെ നോക്കുന്ന സമയത്ത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കുട്ടി അല്ലേ. അപ്പോൾ ആ കുട്ടിയുടെ കളിയും കാര്യങ്ങളൊക്കെ കാണുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. അപ്പോൾ അങ്ങനെ ചെന്ന ആൾക്കാരാണ്. ചെന്ന സമയത്താണ് ഇവർ മോൾഡീവ്സിലേക്ക് ട്രിപ്പ് പോകുന്ന ഒരു വ്ളോഗാണ് ഇവർ അപ്ലോഡ് ചെയ്യുന്നത്. സന്തോഷമായിട്ട് അവർ പോകുന്ന സമയത്ത് ഫ്ലൈറ്റ് എന്നുള്ള കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും കാണിക്കുന്നുണ്ട്. ഇവരുടെ ഒരു ട്രാവൽ പാർട്ട്ണറുണ്ട്, ഒരു എക്സ് പേഴ്സൺ. അപ്പോൾ ട്രാവൽ പാർട്ട്ണറാണ് ഇവർക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള ഒരു ഹോളിഡേയ്സ്. കൂട്ടത്തിൽ അതിൻ്റെ എനിക്ക് തോന്നുന്നു അവരുടെ പ്രൊമോഷൻ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. അവരാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എങ്ങനെയാണെന്നറിയില്ല. സാധാരണ കണ്ടീഷനിൽ ചില വ്ളോഗേഴ്സൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ട്രാവൽ പാർട്ട്ണർ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് കംപ്ലീറ്റ് അവർ എല്ലാ കാര്യങ്ങളും ഈ പാർട്ട്ണറായിരിക്കും നോക്കുക. വ്ളോഗർമാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പൈസയൊന്നും സാധാരണ ഉണ്ടാവാറില്ല. ഇവരുടെ കേസ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞു തന്നെ ഉള്ളൂ. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവരിതിൻ്റെ ഇടയിൽ കൂടി ഈ ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരുടെ ട്രാവൽ പാർട്ട്ണർ എന്ന ആളാന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പക്ഷേ ട്രാവൽ പാർട്ട്ണർക്ക് ഇതിൽ യാതൊരു പ്രശ്നമില്ല. ഇതിൽ കംപ്ലീറ്റ് ഇൻഡിഗോൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. ഇവരെങ്ങനെ അവിടെ ചെന്ന് ഇറങ്ങുന്ന സമയത്ത് നോർമലി ഒരു വീഡിയോ കാണുന്ന സമയത്ത് തന്നെ അറിയാം അവർ വളരെ സന്തോഷമായിട്ട് ലഗേജ് എടുക്കാൻ വേണ്ടി പോകുന്നു. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് പ്ലസ് ചെറിയൊരു കുട്ടി പോകുന്ന സമയത്ത് ഇവരുടെ കയ്യിൽ കാര്യമായിട്ട് കുട്ടിയുടെ ഡ്രസ്സ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അല്ലേ. ബാക്കിയുള്ള ഡ്രസ്സെല്ലാം മിക്കവാറും ലഗേജിലായിരിക്കും ഉണ്ടാവുക. ക്യാബിൻ ബാഗേജിൽ വെക്കില്ല, ലഗേജിലായിരിക്കും ഉണ്ടാവുക. അൺഫോർച്ചുനേറ്റ്ലി ഇവരുടെ ലഗേജ് അവിടെ വന്നില്ല. ജസ്റ്റ് ഇമാജിൻ, ഇവിടുന്ന് മോൾഡീവ്സിലേക്ക് നിങ്ങളുടെ ഫാമിലിയും പോകുന്ന സമയത്ത് നേരെ കൺവെയർ ബെൽറ്റിലൂടെ കാത്തു നിൽക്കുമ്പോൾ ആ ഒരു ലഗേജ് വരുന്നില്ല. അതിന് റീസണായിട്ട് എയർലൈൻസ് മര്യാദയ്ക്കൊരു മറുപടി കൊടുത്തിട്ടില്ല. അവർ പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അവർക്ക് കൊടുത്തിട്ടുള്ള മറുപടി എന്താ വെച്ചാൽ എക്സസ് ബാഗേജ്, എയർലൈൻ്റെ പെർമിറ്റഡ് ഇതിനേക്കാളും കൂടുതൽ ബാഗേജ് എക്സസ് വെയിറ്റ് എക്സസ് വന്നിട്ട കാര്യം കൊണ്ട് തന്നെ അവർക്ക് ഫ്ലൈ ചെയ്യണമെങ്കിൽ ഇത്ര കിലോസ് ഓഫ് ലോഡ് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു. അങ്ങനെ വിതൗട്ട് ഇൻഫോമിങ് ദം അവർ ഇൻഫോം ചെയ്യാതിരിക്കും എന്തൊക്കെയോട്ടെ, അവർ ഇൻഫോം ചെയ്യാതെ തന്നെ അവർക്ക് ഈ ബാഗേജ് അവിടെ ഓഫ് ലോഡ് ചെയ്യേണ്ടി വന്നു. ഇനി ഉടനെ ഒരു ഫ്ലൈറ്റ് വീണ്ടും മോൾഡീവ്സിലേക്കില്ല. അപ്പോൾ ഇവർക്ക് ഇവിടെ യാതൊരുവിധ ലഗേജ്, ഡ്രസ്, ഈവൻ ഷീ സെയിങ് ദാറ്റ് അണ്ടർ ഗാർമെൻറ്റ്സ് പോലും ഇല്ലാത്തൊരു സിറ്റുവേഷനിലാണ് രണ്ടുപേരുള്ളത്. പക്ഷെ അവർക്കൊരു ഓപ്ഷൻ ഇവർ കൊടുത്തു, നിങ്ങൾക്ക് അവിടുന്ന് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം, ചെയ്തതിന് ശേഷം ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ അവരിതെല്ലാം റീഇംബേഴ്സ് ചെയ്യും എന്നിട്ടുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വ്ളോഗ് അവരോട് വന്നിട്ടില്ല. വന്നു കഴിഞ്ഞ ശേഷം അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാം. എന്തായാലും എന്താണ് ഈ വീഡിയോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ എൻ്റെ ഒരു ചെറിയൊരു അനുഭവം പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് പോകാം. എൻ്റെ വൈഫ് മോനുണ്ടായി കഴിഞ്ഞിട്ട് രണ്ടാമത് മോളെ മുത്തുമണീനെ വൈഫ് 8 മാസത്തോളം ക്യാരിയിങ് ആയ സിറ്റുവേഷൻ, 8 മാസം ഗർഭിണിയായിട്ടുള്ളൊരു സ്ത്രീ എന്ന ആലോചിക്കണം. ഞങ്ങളങ്ങനെ ദുബായിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. ഇവരെ കൊണ്ടാക്കാൻ വേണ്ടി വരുന്ന സമയമാണ്. ഞങ്ങൾ ഓൺ ടൈമാണ് ഞങ്ങളവിടെ എത്തിയിട്ടുള്ളത്, ദുബായ് ടെർമിനൽ 1 എത്തിയിട്ടുള്ളത്. നേരെ പാസ്പോർട്ട് ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് മോൻ്റെ പാസ്പോർട്ടിൽ എന്തോ ഒരു പ്രോബ്ലം, അതായത് അവരുടെ സിസ്റ്റത്തിൽ അവർക്ക് എക്സിറ്റ് അടിക്കാൻ കഴിയുന്നില്ല. ടെർമിനൽ 1 കേട്ടോ, എക്സിറ്റ് അടിക്കാൻ കഴിയുന്നില്ല. ഈ സമയത്ത് ഈ അറബി ബാക്കിയുള്ളവരോടൊക്കെ പോകാൻ പറയുന്നു, ഞങ്ങളോട് അവിടെ തന്നെ നിൽക്കാൻ പറയുന്നു. നിങ്ങളൊരു പ്രവാസിയായിട്ടുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മനസ്സിലൂടെ പല കാര്യങ്ങളും ഓടും. കാരണം എന്ത് കാര്യം കൊണ്ടാണ്, ട്രാവൽ ബാൻ വല്ലതും ഉണ്ടോ, വല്ല പ്രശ്നങ്ങളുണ്ടോ. എന്നാൽ മോൻ്റെ പാസ്പോർട്ടാണെന്ന് ഇവർ പറയുന്നില്ല. ഇയാൾ എന്നെ നോക്കുന്നു, മോനെ നോക്കുന്നു, പാസ്പോർട്ടിലേക്ക് നോക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇവരൊന്നും വന്നില്ല. ബാക്കിലുള്ള ആൾക്കാരോടൊക്കെ വേറെ അടുത്ത കൗണ്ടറിൽ പോകാൻ പറയുന്നു, എന്നോട് വരാൻ പറയുന്നു. അപ്പോൾ ഞാൻ സാർ എന്താ പ്രോബ്ലം എന്ന് ചോദിക്കുമ്പോൾ സ്ഥായി ആയിട്ടുള്ള ഒരു അറബി ഭാവമുണ്ട്, ഒരു അഹങ്കാരത്തിൻ്റെ അങ്ങനെ ഒരു ആക്ഷൻ മാത്രം. ബാബാ ഒരു സെക്കൻഡ്. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും ടെൻഷനായി.
8 മാസം ഗർഭിണിയായിട്ടുള്ളൊരു സ്ത്രീ. ടെൻഷനായി പോയി എൻ്റെ വൈഫ്. എന്നിട്ട് നേരെ അപ്പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഇതിങ്ങനെ കൊണ്ടുപോകുന്ന സിറ്റുവേഷൻ നമ്മൾ കേട്ടുള്ള എന്താ, എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ പോലീസ് നേരെ കോളർ പൊക്കി പിടിച്ച് കൊണ്ടുപോകും. ഇത് ആരെന്നാന്ന് പറയുന്നില്ല. എന്നിട്ട് അവിടെ പോയി ഞങ്ങൾ നിൽക്കുന്നു. നിന്ന് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ വേറൊരു അറബിക്ക് വന്നിട്ട് സിസ്റ്റത്തിൽ എന്തൊക്കെയോ കാണിച്ചിട്ട് ഞങ്ങൾക്ക് സീലടിച്ച് തരുന്നു. അപ്പോൾ അപ്പോഴാണ് മനസ്സിലായത് സംഭവം വളരെ സിമ്പിളായിരുന്നു. ഈ സംഗതി എന്തോ ഒരു അവർക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തോ ഒരു സിസ്റ്റം എററാണ്, എന്തോ പ്രോബ്ലമാണ്. ഈ പ്രശ്നം കൊണ്ടാണ്. എന്നാൽ ഇത് തുറന്നു പറഞ്ഞാൽ മതി. ഉരുകിപ്പോയി ഞങ്ങൾ. എന്ത് ചെയ്യുമെന്നുള്ളത് അറിയില്ല, ഇത് ആർക്കാണ് പ്രശ്നം എന്നുള്ളത് അറിയില്ല. ഇതൊക്കെ കൂടി നമുക്ക് ബോർഡിങ്ങിനുള്ള ടൈം ലേറ്റായിപ്പോയി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ പോവുകയാണ്. ഓടി അത് വെച്ചാൽ അപ്പോൾ 8 മാസം ഗർഭിണിയായിട്ടുള്ള എൻ്റെ വൈഫും എൻ്റെ മോനും പാവം. എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമമാണ്. ഞങ്ങൾ ഈ വീഡിയോ കണ്ട സമയത്ത് ഞങ്ങൾ പറയും ചെയ്തു, മോനൊക്കെ കയ്യിലുള്ള ബാഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എൻ്റെ വൈഫ് അങ്ങനെ ഓടാ, ഈ വയറും വെച്ചിട്ട് ഇവിടെ ഓടിയാണ്. ഓടിയിട്ട് ഞങ്ങൾ ഗേറ്റിൻ്റെ അവിടെ ചെല്ലുകയാണ്. ഗേറ്റ് ചില ഇന്ത്യക്കാരുടെ വിളിക്കുന്നൊക്കെ അവിടെ വരാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ അവിടെ ചെന്ന സമയത്ത് 1.5 കിലോ എക്സസ്സാണ്. ഞങ്ങൾ 2 സാധനമൊക്കെ കളഞ്ഞിട്ട് കുറേ ദുബായിൽ ടെർമിനൽ 1 എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് ദൂരെയാണ്. അറ്റത്തെ ഗേറ്റിലാണ് കിടക്കുന്നത്. അവിടം വരെ ഓടിയെത്തി. പാവം ഈ വയറും വെച്ചിട്ട് നേരെ കയറി ചെന്നു. ഫ്ലൈറ്റ് കയറി ചെല്ലുമ്പോൾ എടുക്കാൻ സമയമായിട്ടുണ്ട്. ആകെ ക്ഷീണിതനായിട്ട് കയറി ചെന്നിരിക്കുന്നത്. അപ്പോൾ ചെന്ന ഉടനെ തന്നെ ചോദിച്ചു, വൈഫിന് പറ്റുവയ്യ, തൊണ്ടൊക്കെ വരണ്ടിട്ടുണ്ട്. 8 മാസം ഗർഭിണിയായിട്ടുള്ള സ്ത്രീ ദൂരെ ഓടി എന്താ അവസ്ഥ. എൻ്റെ മോളെ വെച്ചിട്ട് ഓടുകയാണ്. വെള്ളമില്ല ഞങ്ങളുടെ കയ്യിൽ. കാരണം നമ്മൾ വിചാരിക്കുക എന്താ, ഇത് കഴിഞ്ഞാൽ അവിടെ എടുത്തിട്ട് വെള്ളമൊക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ വെള്ളം കൂടി ഒരു രസമാണല്ലോ അല്ലേ. നാട്ടിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ലോഞ്ചിലൊക്കെ ഇരുന്ന് അവിടെ ഡ്യൂട്ടി ഫ്രീയിലൊക്കെ പോയി നടന്ന് എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ച് കുട്ടികൾക്ക് മോനാണെങ്കിൽ മക്ഡോണൾഡ്സ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു ആ ഒരു മൂടിന് നേരെ ഒരു തുള്ളി വെള്ളം കിട്ടിയത്, വെള്ളം പോലും ഇല്ല കയ്യിൽ. ഒരു തുള്ളി വെള്ളം കിട്ടുമോ വെച്ച് കയറിയപ്പോൾ തന്നെ ആ പെണ്ണ് ഹെയർ ഹോസ്റ്റസ്, ഞാൻ മറക്കാൻ പറ്റില്ല, ഹെയർ ഹോസ്റ്റസ് നേരെ അവൾ പറയുക, ക്യാബിൻ ക്രൂ ഫസ്റ്റ് നിങ്ങൾ പോയി ഇരിക്കൂ. ഇതാണ് അവർ ടോൺ. യു ഹാവ് എ സീറ്റ് പ്ലീസ്, ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കയറി ചെന്ന് ഇരുന്നു കേട്ടോ. ഇരുന്ന സമയത്ത് ഒരു ടേക്ക് ഓഫിൻ്റെ സമയമായി. അപ്പോൾ ഞങ്ങൾ കൈകൊണ്ട് കാണിക്കുക. അപ്പോൾ ഇവൾ മൈൻഡ് ചെയ്യുന്നില്ല. ഇൻഡിഗോ ആണ് കേട്ടോ, മൈൻഡ് ചെയ്യുന്നില്ല. എന്നിട്ട് ഈ സാധനം ചോദിക്കുമ്പോൾ പിന്നെ അടുത്ത് കൂടി പോയി പറഞ്ഞു, വെള്ളമാണ് സർ, നമ്മൾ പ്രോട്ടോക്കോൾ പ്രകാരം നമുക്കിപ്പോൾ തരാൻ പറ്റില്ല, നമുക്ക് പിന്നെ ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം പറ്റുള്ളൂ. ഞങ്ങളുടെ വൈഫ് ഇങ്ങനെ ക്യാരിയിങ് ആണ്, അവർക്ക് പ്രശ്നമാണ്. സോ വി കനോട്ട് ഡു ഇറ്റ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ഈ സാധനം പൊന്തി. അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു, ഈ ക്ഷമിക്ക് 2 മിനിറ്റ് ഒക്കെ തൊണ്ട വരണ്ട, എന്താ ചെയ്യുക, ഛർദ്ദിക്കാൻ വരും, എന്തൊക്കെയാണ് പറ്റണമെന്ന് അറിയില്ല ഇതിന്. മോനാണ് ഈ പാവം അങ്ങനെ ഒഴിഞ്ഞു കൊടുക്കാൻ ടെൻഷൻ, കാരണം കുട്ടിയൊക്കെ വയറ്റിലുണ്ടല്ലോ. ഇവിടെ നേരെ മുകളിലെത്തി. ഈ സാധനം എത്തിക്കഴിഞ്ഞ് ഈ സീറ്റ് ബെൽറ്റിൻ്റെ സമയം കഴിയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഇനിയെങ്കിലും ഒരു തുള്ളി വെള്ളം എന്ന് പറയും. സോ ബീങ് ഒരു അച്ഛൻ എന്നുള്ള കണ്ടീഷനിൽ, ഒരു ഹസ്ബൻഡ് എന്നുള്ള കണ്ടീഷനിൽ എനിക്ക് കുറച്ച് ദേഷ്യം പിടിച്ചു. സ്വാഭാവികം. ഞാൻ പറഞ്ഞു, ഇത്ര നേരം ചൂടായിട്ടൊന്നുമില്ല കേട്ടോ, എന്നാലും ഇതൊക്കെ ഒരു കഷ്ടമാണല്ലോ. ആ പെണ്ണിനോട്, ആ സ്റ്റുവർഡെന്നായിട്ട് പറയുക, ആ ഒരു ക്യാബിൻ ക്രൂ, ആ ഒരു ലേഡീനോട് ആ ഒരു ഞാൻ ആ ചോദിച്ച ടോൺ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് ഷീ ഡിലേഡ് എ ഗ്ലാസ് ഓഫ് വാട്ടർ ബൈ 10-15 മിനിറ്റ്സ്. 10-15 മിനിറ്റ് നേരം എൻ്റെ വൈഫിന്, 8 മാസം ക്യാരിയിങ് ആയിരിക്കുന്ന എൻ്റെ വൈഫിന് വെള്ളം, ഒരു തുള്ളി വെള്ളം അവൾ കൊടുത്തിട്ടില്ല. 15 മിനിറ്റ്. ഞാൻ മനസ്സുകൊണ്ട് ഞങ്ങൾ പ്രാഗി, ഞങ്ങൾ സത്യം പറയാൻ ആ പെണ്ണിനെ അത്ര, കാരണം അതാണ് ഈഗോയുടെ വർക്കൗട്ടായി. ഇൻഡിഗോൻ്റെ കാര്യം പറയുകയാണ്. ഞാൻ താഴെ വന്ന് കംപ്ലയിൻറ്റ് ചെയ്തു, പിന്നെ നമ്മളതിനെക്കുറിച്ച് വിട്ടു, കാരണം അങ്ങനത്തെ സിറ്റുവേഷനിലാണ് വരുന്നത്. പക്ഷെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഒരു തുള്ളി വെള്ളം അവർ തരുന്നത്. അതും ആ വെള്ളം അവൾ കൊടുക്കുന്നത് മറ്റുള്ള പാസഞ്ചേഴ്സിന് അവിടുന്ന് കൊടുത്ത് വന്നിട്ടാണ് എനിക്ക് തന്നിട്ടുള്ളത്. ഒരു തുള്ളി വെള്ളം പോലും എനിക്ക് ഡിനൈ ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. ഇനി ഞാൻ ഇവരുടെ കേസിലേക്ക് വരാം. അങ്ങനെ നമ്മളിത് എയർപോർട്ട് എത്തി. ഇത്രയും നേരമുള്ള സന്തോഷം മുഴുവൻ എയറിലായി. ആരുടെ കണ്ണെയർ കിട്ടിയതാണെന്ന് പോലും അറിയില്ല. ഇവിടെ എത്തി. നമ്മുടെ ഏറ്റവും വലിയ ലഗേജ് വന്നില്ല. നമ്മുടെ മാത്രമല്ല, വേറെ 3-4 പേര് നമ്മുടെ ഉണ്ടെന്ന്, അവരുടെയൊക്കെ വന്നിട്ടില്ല. നമ്മൾ പോയി ചോദിച്ചപ്പോൾ വളരെ കാഷ്വലായിട്ട് ഈ പ്രമുഖ ബ്രാൻഡായ ഇൻഡിഗോ പറഞ്ഞു ഫ്ലൈറ്റിൽ ഓവർ വെയിറ്റ് ആയതുകൊണ്ട് അവർ നൈസായിട്ട് അങ്ങ് മാറ്റിയിരുന്നു. അപ്പം നമ്മളിങ്ങനെ ഈ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ ഇങ്ങനെ നിന്നിട്ട് നമ്മൾ അവരോട് ചോദിച്ചു എന്താ. അപ്പോൾ അവർ പറഞ്ഞു, അല്ല ഓവർ വെയിറ്റ് ആയതുകൊണ്ട് അവർ 5-6 പേരുടെ മാറ്റി. അപ്പം നമ്മളോട് ചോദിക്കാതെ, നമ്മളെ ഇൻഫോം പോലും ചെയ്യാതെയാണോ മാറ്റുന്നത് ചോദിച്ചു. അപ്പോൾ ഇവിടെ നിൽക്കുന്നവർ പൊട്ടം കളിക്കുക. അവർ പറഞ്ഞു, നിങ്ങൾ ഇൻഫോം ചെയ്തില്ലേ? അയ്യോ, നമ്മൾ പറഞ്ഞു ഇല്ല, ഇൻഫോം ചെയ്തില്ല. കുഞ്ഞിന്റെ ഡ്രസ്സും നമ്മുടെ ഡ്രസ്സും ഫുൾ സാധനങ്ങൾ അതിനകത്താണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആകെപ്പാട് ഒരു പെട്ടിയും ചട്ടിയും കൊണ്ടാണ് വന്നത്. വേറെ ഒന്നുമില്ല നമ്മുടെ കയ്യിൽ. ഇപ്പോൾ ഒന്നും ഇടാനില്ല, ഒന്നുമില്ല. എൻ്റെ അണ്ടർ ഗാർമെന്റ്സ് പോലും അതിനകത്താണ്. എന്തോ ഭാഗ്യത്തിന് കൊച്ചിന്റെ ഡയപ്പർ നമ്മൾ ക്യാബിൻ പെട്ടി വെച്ചോണ്ട് അതെങ്കിലും കിട്ടി. ഇൻഡിഗോ എടുത്ത് ഇതെനിക്ക് ഇൻഡിഗോയുടെ ഏതെങ്കിലും ഒരാളിത് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇമാതിരി പരിപാടി ആരോടും കാണിക്കരുത്. നമ്മൾ ടിക്കറ്റ് എടുത്ത് പൈസയും കൊടുത്ത് വരുന്നത്, നമ്മൾ പെട്ടി നാട്ടി വെച്ചിട്ട് ഇങ്ങോട്ട് വരാനല്ല നിങ്ങൾക്ക് പൈസ തരുന്നത്. അത് നമ്മൾ നല്ല ഒരൊറ്റ കസ്റ്റമറിനെ പോലും ബുദ്ധിമുട്ടിക്കുക. ദേവി ഇത് കുഞ്ഞൊക്കെ ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ
അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. അവരുടെ പെട്ടി ജട്ടിയൊക്കെ എടുത്ത് മാറ്റുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ദിവസം 24 hours കഴിഞ്ഞ് പെട്ടി എത്തിച്ചാൽ ആ 24 hours നമ്മൾ ബുദ്ധിമുട്ടുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ദിസ് ഇസ് വെരി വെരി ചീപ്പ് ഓഫ് ഇൻഡിഗോ, എക്സ്ട്രീംലി ചീപ്പ് ഓഫ് ഇൻഡിഗോ. പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഇൻഡിഗോ ഫ്ലൈറ്റ് തന്നെ ഞാൻ എന്തിനു വന്നതാണ് ആലോചിക്കുന്നത്. ഇതിനേക്കാൾ വല്ല ശ്രീലങ്കൻ എയർലൈൻസിൽ വല്ല ലേ ഓവർ ഇട്ട് വരായിരുന്നു. വല്ലാത്തൊരു വൃത്തികെട്ട എക്സ്പീരിയൻസ് ആയിപ്പോയി. അതുകൂടെ നിൽക്കുന്ന സ്റ്റാഫുകൾക്കൊന്നും ഒന്നും അറിഞ്ഞുകൂടാത്ത പോലെ നിൽക്കുന്നു. അതിനിപ്പോ എന്താ, ഒരു പെട്ടിയല്ലേ നാട്ടിലായത് എന്നുള്ള പോലെ. എനിവേസ്, അപ്പോൾ നമ്മളിതേ ഇപ്പോൾ യെസ്, അപ്പോൾ ഇതാണ് വിഷയം. ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ, ഇതുപോലത്തെ അനുഭവങ്ങൾ നിങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ വേറെ രാജ്യത്ത് ചെന്ന് കഴിഞ്ഞിട്ട് ഒരു പെട്ടിയും ഒരു ഡ്രസ്സും കൊണ്ടുവരാത്ത സിറ്റുവേഷൻ നമുക്കാണ് ഉണ്ടായതെങ്കിൽ, എനിവേസ് ഇവരുടെ കാര്യത്തിൽ അത് റീംബേഴ്സ് ചെയ്ത് തരാം, എന്ത് വേണമെങ്കിലും വാങ്ങിച്ചിട്ട് റീംബേഴ്സ് ചെയ്ത് തരാം എന്നുള്ള എയർലൈൻസ് പറഞ്ഞിട്ടുണ്ട്. അതിലെന്താ ഉണ്ടായതെന്നുള്ള അറിയില്ല, അവർ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഈ ഒരു പോർഷൻ ജസ്റ്റ് ഇന്നലെ കണ്ട സമയത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രം പറയണം തോന്നി. അങ്ങനെ ചെയ്തൊരു വീഡിയോ ആണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യും. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.